بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പടച്ചതിന്റെ ലക്ഷ്യം തന്നെ തൗഹീദ്. പരിശുദ്ധ ഖുർആനിൽ തൗഹീദ് ഇല്ലാത്ത ആളുകളെ വിളിച്ച ഒരു പേരും, അതായത് ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കാത്ത, നൽകപ്പെട്ട ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ആവശ്യങ്ങൾ മാത്രം പൂർത്തിയാക്കി സുഖലോലുപന്മാരായി ബോധമില്ലാതെ ജീവിക്കുന്ന ആളുകൾ. അതാണല്ലോ തൗഹീദ് ഇല്ലാത്തവരുടെ അവസ്ഥ. അവരെ അല്ലാഹു മനുഷ്യൻ എന്ന് വിളിച്ചിട്ടില്ല, നായ്ക്കളാണ്, നാൽക്കാലികളാണ്. ബൽ ഹും അഫൽ, ഫമസലുഹു കമസലിൽ കൽബ്. ബൽ ഹും അഫൽ, നാൽക്കാലി എന്നും പറഞ്ഞുകൂടാ, അതിലും മോശം. കാരണം സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിയവരാണ്. ഓരോ വിളിയും രണ്ട് അർത്ഥത്തിലുണ്ട്, ലഫ്ദിയും മാനവിയും. ലഫ്ദി എന്ന് പറഞ്ഞാൽ വാചകത്തില് ആ ജിൻസിനെ വിളിക്കുന്നതാണ്, മനുഷ്യരെ. മാനവി എന്ന് പറഞ്ഞാൽ ആന്തരികാർത്ഥം. ആ അർത്ഥത്തിൽ ഈ മനുഷ്യൻ ഹയവാനാണ്, നാത്തിഖല്ലാത്ത ഹയവാനാണ്. സംസാരിക്കുന്ന ഹയവാനാണല്ലോ മനുഷ്യൻ എന്ന് പറയാം. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അല്ലാഹ് മൊത്തത്തിൽ വിളിച്ച ആ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലർ, ലഹും അവർക്കുണ്ട്, ഖുലൂബുൻ ഹൃദയം, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള കൽബുള്ള ഏതു മനുഷ്യന്മാര് എന്താ ചിന്തിക്കാത്തത്? കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ചിന്തകൾ മാറി മറിയുന്നൊരു സാധനമാണ്. പക്ഷെ എന്താണോ മനുഷ്യനോട് ചിന്തിക്കാൻ ആവശ്യപ്പെട്ടത് അത് ചിന്തിക്കുന്നില്ല. അങ്ങനെ തന്നെയാണ് പോത്തും എരുമയും ആടും ഒട്ടകവും കഴുതയും ഒക്കെ. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അതിനർത്ഥം അവര് ചെവി കേൾക്കാത്ത ബധിരന്മാരാണെന്നല്ല. ചെവി അവർക്ക് കേൾക്കും. അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ എന്ത് കേൾക്കണോ കേൾക്കുന്നുണ്ട്, പക്ഷേ കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. കണ്ണുണ്ട്, അതിനെ കൊണ്ട് അവർ കാണുന്നുണ്ട്. പോത്ത് കാണുന്ന അതേ കാഴ്ച. പോത്ത് പെരുമകളും എന്തായിരിക്കും കാണുക? അവർക്ക് വിശപ്പെടുക്കാനുള്ളതും ദാഹമകറ്റാനുള്ളതും സുഖിക്കാനുള്ളതും എന്താണോ അതേ ആ കണ്ണുകൊണ്ട് കാണുള്ളൂ. അല്ലാണ്ട് ഇതിലേതാണ് നന്മ, ഇതിലേതാ നല്ല വഴി, ഇതിലേതാ ഹലാൽ, ഇതിലേതാ ഹറാമ് ഇതൊന്നും പോത്ത് കാണൂലല്ലോ. അതേപോലത്തെ മനുഷ്യന്മാർ ഉലൈക കൽ അൻആം, അവരെ മനുഷ്യന്ന് വിളിക്കണ്ട, അവർ നാൽക്കാലികളാണ്. കാരണം തൗഹീദ് ഗായതു ഖൽഖിൽ ഖൽഖി, സൃഷ്ടികളുടെ സൃഷ്ടിപ്പിന്റെ പിറകിലുള്ള ലക്ഷ്യം തൗഹീദാണ്. ലോകത്ത് വന്ന മുഴുവൻ അംബിയാ മുർസലീങ്ങളും വിളിച്ചതും അതിലേക്ക് മാത്രമാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദു. വേറെ ഒരു നബിയും കഴിഞ്ഞ ആഴ്ച പാലക്കാട് സൂഫി സമ്മേളനം നടന്നു. നമ്മുടെ സലഫികൾ അതൊന്നും കാണാതിരുന്നൂടാ. ഇന്നലെ ഷെരീഫ് മേലതിൽ ബീച്ച് എന്ന് പറഞ്ഞ കാര്യം പോയിന്റാണ്. നമ്മളെ ജോലി കൂടുകയാണ്. ജോലി കൂടാന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി ഇഖ്ലാസോടെ പൈസയും ഊർജവും ആരോഗ്യവും സമയവും ശബ്ദവും
കഴിയുന്നതെല്ലാം ചെലവഴിച്ച് അതിശക്തമായി തൗഹീദിന്റെ പ്രബോധനത്തിന്റെ വഴിയിൽ ഇറങ്ങിയേ പറ്റൂ. കാരണം അത് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഒളവണ്ണയില് ഇപ്പള്ളി മെമ്പറേ ഉള്ളൂ തൗഹീദ് പറയാൻ. ഇവിടുത്തെ ആൾക്കാരേ ഉള്ളൂ, വേറെ ആളില്ല. ഇവര് പറയാതിരുന്നാൽ അവിടെ ആളുകൾക്കുള്ള ഹിദായത്താണ് തടസ്സമാവുന്നത്. സൂഫി സമ്മേളനത്തിൽ പാലക്കാട് നിന്ന് ടീംസ് പറഞ്ഞെന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് മതം പ്രബോധനം ചെയ്യാനല്ല, മനുഷ്യത്വത്തിനോടുള്ള സ്നേഹം പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ തൽക്കാലം മതം വിടുന്നു, പിന്നെ നമുക്ക് എന്താ ഉള്ളത്? മനുഷ്യ സ്നേഹം. മനുഷ്യനെ അടുപ്പിക്കുക, ഓനെ സ്നേഹിക്കുക, ഓനെ സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക. മനുഷ്യന് സമാധാനവും ആശ്വാസവും കിട്ടാനായി ഭൗതികമായി എന്താണോ ഉള്ളത് അത് അവർക്ക് ഹലാലാണ്. അതുകൊണ്ടാണ് നൃത്തം, ഡാൻസ്, സംഗീതം, മ്യൂസിക്, പിന്നെ ഇടക്കിടക്ക് 200 മില്ലി അല്ലുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ MDM, പിന്നെ അതിൽ കൂടിയ സാധനം ഏതാ? അത് ആളുകൾക്ക് ഒരു സന്തോഷം കിട്ടുന്നതിൽ കൂടിയ ഐറ്റം ഏതാ? അതൊക്കെ അവർക്ക് എന്താവും? ഹലാലാവും. കാരണം അതിലൂടെ അവർ കാണുന്ന എന്താ അറിയോ? അങ്ങനെ മനുഷ്യന് ഒരു സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നുവെങ്കിൽ അതാവാം. കാരണം പ്രവാചകന്മാർ വരെ വന്നത് എന്തിനാണ്? മനുഷ്യന്മാരെ സ്നേഹിക്കാനും സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനുമാണ്. ഇത് ഇന്ന് നിലവിലുള്ള വർത്തമാനകാലത്ത് ഭൂമിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിം കുടുംബത്തിലും തറവാട്ടിലും പെട്ട പുതിയ ചിന്താഗതിക്കാരായ ചെറുപ്പക്കാരോട് പറഞ്ഞാൽ അവര് പറയും, വാട്ട് ആൻ ഐഡിയ സാബ്ജി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്നത് ശരി തന്നെ. ആകെ ടെൻഷനല്ലേ? പഠിപ്പിലാണെങ്കിൽ ടെൻഷനോട് ടെൻഷൻ. കുട്ടികൾക്ക് വിഷയങ്ങളുടെ മുകളിൽ വിഷയം, പരീക്ഷന്റെ മുകളിൽ പരീക്ഷ, ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് ആ സമ്മർദ്ദം, വീട്ടിൽ നിന്ന് അതിനേക്കാളും വലിയ സമ്മർദ്ദം. ആകെ ആശ്വാസം കിട്ടുന്നപ്പോഴാ ഈ 2 നാവിന്റെ അടിയിൽ അങ്ങ് വെക്കുമ്പോഴാണ്. അപ്പൊ അതിന് സപ്പോർട്ടും കൂടി ചെയ്യാൻ ഒരു വലിയ മതത്തിന്റെ ടീമാന്ന് പറഞ്ഞ ടീം വന്നാൽ എല്ലാവർക്കും ആശ്വാസം. പെട്ടെന്ന് മെമ്പർഷിപ്പ് തന്നെ വിറ്റുപോകും അങ്ങനെയാവുമ്പോ. ഇല്ല, അള്ളാഹു പറഞ്ഞു, ഒരു റസൂലിനെയും നിങ്ങളുടെ മുമ്പ് ഞാൻ അയച്ചിട്ടില്ല എന്ത് പറയാനല്ലാതെ. ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. രണ്ടും തബ്ലീഗ് അല്ല പ്രശ്നം. തബ്ലീഗ് എന്ത് പറയും? അല്ലാഹനെ പറയും, പിന്നെ എന്ത് പറയില്ല? ഫഅബ്ദൂൻ പറയില്ല. ഞാൻ മാത്രമാണ് ഇലാഹ്, അതുകൊണ്ട് എനിക്ക് മാത്രമേ ഇബാദത്ത് പറ്റൂ എന്ന് പറയാനല്ലാതെ ഒരാളെയും അയച്ചില്ല. ഇനി നാളെ ഖബറിലെത്തിയാലോ? നല്ല ചോദ്യം. മർറബ്ബുക്, നിന്റെ റബ്ബ് ആരാ? ഈ ടീം എന്താ പറയാ? മടങ്ങൂരാന്നാണ്. ഇവരിങ്ങനെ വിട്ട ഇനി വരുന്ന അവരുടെ പിൻഗാമികളായ തലമുറ പണ്ടത്തെ ഖുറൈശികളിൽ ആത്തന ഉൽസന പറഞ്ഞ പോലെ മടങ്ങൂരായിരിക്കും ഇനി പഠിപ്പിക്കപ്പെടുക മദ്രസയിലൊക്കെ. നമ്മള് ജൂതന്റെ പണി നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമല്ല. കാരണം ഇസ്ലാമിനെ ഇല്ലാണ്ടാക്കാൻ പറ്റൂല എന്ന കാര്യം അവർക്ക് ഉറപ്പാണ്, 100%. ഇസ്ലാമിനെ തൊടാൻ കഴിയൂല, അത് ഉറപ്പാണ്. കുരിപ്പിന്റെ ഉറപ്പല്ല, സത്യത്തിലുള്ള ഉറപ്പാണ്. ഇസ്ലാമിനെ തൊടാൻ കഴിയില്ല. ഇനി നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ ഇസ്ലാമിനെ? ഓന്റെ ലിഹിത് എന്തെങ്കിലും പറയുന്നത് ഇവിടുന്ന് ചില ടീംസ് കേൾക്കും, ഇവർ വെറുതെ ആവേശം കൊണ്ടാണ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കുന്നു, ഒന്നും ആക്കൂല. മുസ്ലിമീങ്ങളെ ചെയ്യാൻ പറ്റും. ചിലപ്പോ കൊല്ലുമായിരിക്കും, ഷഹീദാവും. ചിലപ്പോ കൊല്ലുമായിരിക്കും, നാടുകടത്തുമായിരിക്കും, സമ്പത്ത് കൊള്ളയടിക്കുമായിരിക്കും, ആളുകളെ തടങ്കലാക്കുമായിരിക്കും, പട്ടിണിക്കിടുമായിരിക്കും. ഇതെല്ലാം ചരിത്രത്തിൽ അന്നേ ഉള്ളതാ മുസ്ലിമീങ്ങൾക്ക്. നിങ്ങൾ ചരിത്രം വായിച്ചോക്കെ, എവിടെയാ മുസ്ലിമീങ്ങൾ സുഖിച്ച് ജീവിച്ചിട്ടുള്ളത്? മുസ്ലിം മീൻസ് മുവഹിദ്. ബാക്കിയുള്ളവർ സുഖമാണ്. ഞാൻ ഇന്നലെ ഷെയ്ഖ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹിന്റെ ചരിത്രം വായിക്കാൻ, സുബ്ഹാനല്ലാഹ്, ഇമാമുസ് സുന്ന. രോമിങ്ങനെ എനിക്ക് താരീഖ് വായിച്ച ഇബ്നു അബി ദുവാദ് എന്ന് പറയുന്ന പണ്ഡിതൻ, കൊട്ടാര പണ്ഡിതൻ, മൻസൂർ രാജാവിന്റെ അതേപോലെ തന്നെ വാസിഖിന്റെ, ഖലീഫ ഹാറൂൻ റഷീദിന്റെ പിൻഗാമികൾ, അബ്ബാസികൾ, അതായത് സഹാബത്തിന്റെ പേരക്കുട്ടികൾ, അദ്ദേഹത്തിന്റെ കയ്യും കാലും ചങ്ങലയിൽ ബന്ധിച്ച് ചാട്ടവാറ് കൊണ്ട് അടിക്കുക. അദ്ദേഹം അന്ന് നോമ്പുകാരനാണ്. ഈ ഇബ്നു അബി ദുവാദ് എന്ന കള്ളപ്പണ്ഡിതനും ഈ രാജാവും പറയുന്നത് എന്താണെന്നറിയോ? അഹ്മദ്, ഒറ്റ വാക്ക് നീ പറഞ്ഞാൽ മതി, അൽ ഖുർആനു ഖൽഖുല്ലാഹ്, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അദ്ദേഹം തന്നെ പറയുന്നു, ഹാതു, നിങ്ങൾ എനിക്ക് കൊണ്ടു തന്നതാ
ഷൈഅൻ മിൻ കിതാബില്ലാഹി വസുന്നത്തി റസൂൽ. അള്ളാന്റെ ഖുർആനിലോ റസൂലുള്ളാഹിന്റെ സുന്നത്തിലോ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയാനുള്ള എന്തെങ്കിലും ഒരു തെളിവ് ഞാൻ പറയാം. ഇല്ലേ, എനിക്ക് പറയാൻ പറ്റൂല. അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. എന്തൊരു കണിശതയാ കളിച്ചതറിയോ ഇമാം. കൊണ്ട് അദ്ദേഹം ഇമാമുസ്സുന്ന എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ പണ്ഡിതൻ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല. ഭയങ്കരമായ കാർക്കശ്യത്തില് അങ്ങ് ആ രീതിയില് ഹക്കിതാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അവിടെ തന്നെ നിൽപ്പാണ്, ഒരു ഭാഗത്തേക്കും പോക്കില്ല. എന്തൊക്കെ കഷ്ടപ്പാടുകൾ. ഒരിക്കലും തൗഹീദിന്റെ സുന്നത്തിന്റെ വക്താക്കള് സുഖിച്ചിട്ടേയില്ല. മുസ്ലിമിന്റെ ദുആ എന്താ? റബ്ബന ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയ. അല്ലാഹുവേ, നീ ഫിർഔനും ഓന്റെ ആൾക്കാർക്കും ഉള്ള പൈസയും സൗകര്യവും അധികാരവും സമ്പത്തും എല്ലാം കൊടുത്തു, എനിക്കോ ഒന്നുമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് പരാതി പറഞ്ഞിട്ടില്ല, പക്ഷേ അനുഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ റസൂലിന്റെ ക്വാളിറ്റി. തായിഫ് എന്ന് ഏറുകൊണ്ട് കാല് പൊട്ടി ഒലിച്ച് ചോരയൊലിച്ച് ബോധം കെട്ട് വീണിട്ടു. അവിടെ ഇരിക്കുന്ന സമയത്താണ് മുകളിൽ മേഘം വന്ന് മൂടിയത്. വിശ്വാസ വാർത്തകൾ പറഞ്ഞു, ഞാൻ മുകളിലിട്ട് നോക്കുമ്പോ മുകളിൽ ഒരു മലക്കുണ്ട്, മലക്കുൽ ജിബാൽ, പർവ്വതങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്ക്. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ആ മലക്കിനോട് നബിക്ക് സലാം പറയും. ആ മലക്ക് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായാണ് എന്റെ റബ്ബിന്റെ അനുമതി പ്രകാരം ഞാൻ ദുനിയാവിലേക്ക് വരുന്നത്, ഭൂമിയിലേക്ക്. നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, തായിഫിന്റെ അഹ്ലുകാരെ ഈ രണ്ട് മലകൾക്കിടയിൽ അതങ്ങ് ചേർത്തിട്ടങ്ങ് ചമ്മന്തിയാക്കിയിട്ട് കളഞ്ഞേക്കട്ടെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അല്ലാഹുവേ, എനിക്ക് വിവരം കുറഞ്ഞത് കൊണ്ടും തന്ത്രമില്ലാത്തത് കൊണ്ടും സംഭവിച്ചു പോയതാണ്. ഇവരെ നീ ശിക്ഷിക്കേണ്ട കാര്യമില്ല, ഇവരിൽ ആരെങ്കിലും പിന്നീട് നന്നായിക്കോളും. അത് നമ്മുടെ നബിന്റെ ക്വാളിറ്റി. മുമ്പ് വന്ന പല നബിമാരും പരാതി പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല. എന്നാലോ ഉലുൽ അസ്മിൽ ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ടത് നമ്മുടെ നബിയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബിക്ക് അതാണ് ഈ ദഅവത്തിന്റെ വഴിയിൽ അവസ്ഥയെങ്കിൽ പിന്നെ നമ്മൾ ഏത് സുഖ കാത്തിരിക്കുന്നു? നമ്മൾ ഏത് സുഖത്തിന് വേണ്ടിയിട്ടാ കൊതിക്കുന്നുണ്ടാവില്ല. നമ്മളെ തന്നെ KNMന്റെ KJUവിന്റെ ഇന്നലെ ഒരുപാട് പേരുടെ ചരിത്രങ്ങൾ അവിടെ പറയപ്പെട്ടു. മുൻഗാമികൾ എന്തായിരുന്നു അവരുടെ ദഅവത്തിന്റെ വഴിയുടെ ആ അവസ്ഥ? അവരൊക്കെ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയ അവരുടെ ചോരയുടെ ആ വെളിച്ചത്തിലാണ് ഇന്ന് നമ്മളിങ്ങനെ കസരം ഇരുന്നിട്ട് ഇതല്ല നമ്മളെ താടി, നമ്മളെ കാലൊക്കെ നീട്ടി താടി അല്ലെങ്കിൽ പിന്നെ നിന്റെ അഭിപ്രായം ഇതിന്ന് നമ്മൾ പറയുന്നത് അവരാ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ രാജപാതയിലാണ്. നമുക്കിപ്പോ സുഖം വേണം, റാഹത്ത് വേണം, വിയർക്കാൻ പറ്റൂല. തൗഹീദിന്റെ വഴി അങ്ങനെയല്ല, കഷ്ടപ്പാട് തന്നെയാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ ഒരു ചുക്കും ഒരാൾക്കും ചെയ്യാൻ പറ്റൂല, പക്ഷെ മുസ്ലിമിനെ അകറ്റാൻ പറ്റും. അകറ്റാനുള്ള സർവ പണിയും അവരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഭാരിച്ച ജോലിയാണ്. അള്ളാഹുവിനെ പറഞ്ഞു കൊടുത്ത് അള്ളാന്റെ വഹ്ദാനിയത്ത് ഉൾക്കൊള്ളുന്ന അവസ്ഥയിൽ മനസ്സിനെ പാകപ്പെടുത്തി അള്ളാഹുവിനുള്ള ഖൗഫും റജാവും മനസ്സിലിട്ട് കൊടുത്താൽ മതി എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം. കാരണം റബ്ബിനെ പേടിച്ചാൽ ആ നഫ്സ് നന്നാവാതിരിക്കൂല. അള്ളാന്റെ ഖശിയത്തുള്ള ഖൽബിന് അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കാൻ പറ്റൂല. അതിന്നില്ല. അള്ളാന്ന് പറയുമ്പോൾ തന്നെ ചെറുപ്പക്കാര് 10ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ്, ഉസ്താദെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നുണ്ടോ? 15 വയസ്സുള്ള പിള്ളേർ ചോദിക്കുകയാണ്, സത്യത്തിൽ അങ്ങനെ ഒന്നുണ്ടോ? കാരണം അവരവരുടെ കൈമുള്ള സ്ഥാനത്ത് അതാ കേട്ടുകൊടുക്കുന്നത്. അവർക്ക് കേൾക്കാൻ പാകത്തിന് ഇവരങ്ങനെ ഇറക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ചിലപ്പം അതെവിടെയോ അല്ലേ, എന്റെ പുറക്കല്ലല്ലോ. ഒരു പക്ഷേ നാളെ രാവിലെ നമ്മളെ പുറത്തെ വാതിൽ മുട്ടിയിട്ട് ചോദിക്കും, ഈ അള്ളാന്ന് പറയുന്ന ആളുണ്ടോ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വളരെ ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കള് തൗഹീദിന്റെ ചർച്ച വിട്ടിട്ടേയില്ല.
തൗഹീദിന്റെ പഠനം ഒഴിവാക്കിയിട്ടേ ഇല്ല. അഖീദയുടെ ചർച്ച അവർ ഒഴിവാക്കിയിട്ടേ ഇല്ല. നിരന്തരം. അതിനൊരു കാരണം എന്താ അറിയോ? ഇതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത സാധനമാണ് ഹിദായത്ത്. ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ 100 കൊല്ലം തികച്ച KJU-വിന്റെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അവരുടെ അനുയായികൾ, അവരായാലും ഗ്യാരണ്ടി ഉള്ളവരല്ല. 100 കൊല്ലം ഇല്ല പോലെ ഇനി എന്ത് പറ്റാനാ? ഒരു 10, 50, 55 കൊല്ലം പഴക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പോകും. നമ്മൾ ടൂറ് പോകുമ്പോ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ പറയില്ലേ, ഞാൻ മോനെ ഒരു കേടൂലേ, ഇനിയും 10, 100 കൊല്ലം ഇത് തന്നെ ഉണ്ടാവും. നമുക്ക് ആ ബിൽഡിങ്ങിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. അതിനെടുത്ത എഞ്ചിനീയർ പറയില്ലേ, ഇതിന്റെ എത്രയുണ്ട് കപ്പാസിറ്റി, എത്രയാണ്, എത്ര കാലം പോകും, എത്ര കൊല്ലം വരെ ഉണ്ടാവും. നമ്മളെ പഴയ പാലത്തിന്റെ സായിപ്പന്മാര് പറഞ്ഞ പോലെ, ഇപ്പോഴത്തെ പാലത്തിന്റെ നമ്മളെ പുതിയ തിരിച്ച് പറയുന്ന പോലെ, 2 കൊല്ലം തേച്ചെന്ന് പറയുന്ന പോലെ, ഹിദായ ഒരാൾക്കും പറയാൻ കഴിയില്ല. ഒരു സഹാബി ഷഹീദായി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ഇസ്ലാമിന് വേണ്ടി. കൂട്ടാളികളായ ചങ്ങാതിമാരായ സഹാബാക്കൾ വന്നിട്ട് ആ മയ്യത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, അബ്ശിർ ബിൽ ജന്ന, സ്വർഗമുണ്ട്, സന്തോഷിക്കുക. സാധാരണ പറയല്ലോ, മയ്യത്തിന്റെ മുഖം നോക്കിയിട്ട് അവരായിട്ട് പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ ഫിന്നാർ, നരകത്തിലാണ്. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ ഇവന്റെ ശരീരം നരകത്തിന്റെ തീ കൊണ്ട് പൊതിയപ്പെട്ടതായി കാണുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം ഒരു പുതപ്പ് ഗനീമത്ത് സ്വത്തിന്റെ കട്ടുപോയി. ചോദിക്കാൻ കട്ടതല്ല, ചോദിക്കാൻ എടുത്ത് റസൂലുള്ളാഹിന്റെ അനുവാദം ഇല്ലാതെ, കാരണം അത് മുസ്ലിമുകളുടെ ഹക്കല്ലേ, അത് ഈ ചങ്ങായി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒറ്റ കാരണത്താൽ. വേറൊരു രൂപായത്തിലുള്ളത്, ഒരു സഹാബി ആത്മഹത്യ ചെയ്തു. യുദ്ധത്തിൽ മുറിവേറ്റ് വേദന സഹിക്കാൻ പറ്റാണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, നരകത്തിലാണ്. പോയി നോക്കുമ്പോക്ക് വാള് കുത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ട്. നെഞ്ചത്ത് കയറിയിട്ട് സ്വയം മരിച്ചു. ഒരു ഗ്യാരണ്ടി ഇല്ല ഹിദായത്തിന്. എങ്കിൽ എത്ര ജാഗ്രതയിലായിരിക്കണം അതിനെങ്ങനെ പിടിച്ചു വെക്കണ്ട്. ഗ്യാരണ്ടി ഇല്ലാത്തത് ഉറപ്പുണ്ടെങ്കിൽ ഉണ്ടാവും. തൗഹീദുള്ളവർക്ക് നരകത്തിന്റെ ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗമുണ്ട്. അപ്പൊ അത്രത്തോളം അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല, അദ്ദേഹം ഒരു പ്രബോധകനായിരുന്നു, ഇസ്ലാമിന്റെ പ്രചാരകനാണ്, മുജദ്ദിദാണ്. അതായത് അസ്തമിച്ച ഇസ്ലാമിനെ രണ്ടാമതും മുദിപ്പിച്ച മനുഷ്യരാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല. ഹറമുകളിൽ വരെ അദ്ദേഹത്തിന്റെ കിതാബുകളൊക്കെയും അധികവും അഖീദയുമായി ബന്ധപ്പെട്ടതുമാണ്. അതുകൊണ്ട് അദ്ദേഹം നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട ഇസ്ലാം ഷഹാദത്ത് ബാത്തിലാവുന്ന, ഹിദായത്ത് നഷ്ടപ്പെടുന്ന, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന, മുർത്തദ്ദായി പോകുന്ന കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചു. അതിൽ എത്രാമത്തത് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരാളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആകെ ടെൻഷനായി പോട്ടെ. ഏതാണത്? മുദാഹറത്തുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളായ ആളുകളെ സ്നേഹിക്കലും, മുസ്ലിമീങ്ങൾക്കെതിരെ അവരെ സഹായിക്കലും, അവരോടൊപ്പം കൂടലും, അവരെ പോലെ ആവലും, അവരുടെ ദീനിനെ ഇഷ്ടപ്പെടലും ഒക്കെ അതാണ് വിശദീകരിച്ചു വന്ന്. ആ കൂട്ടത്തിൽ നമുക്ക് അനുവാദം നൽകപ്പെട്ടിട്ടില്ലാത്ത മുശ്രിക്കുകളുമായി, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. തഹ്നിഅതുഹും ബിമാ യതഅല്ലഖു ബിമുനാസബാതിഹിം അദ്ദീനിയ്യ, മതപരമായിട്ടുള്ള അവരുടെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് ആശംസകൾ അറിയിക്കുക, അതൊരിക്കലും അനുവദിക്കപ്പെട്ടതല്ല. മുഹറമുൻ ലാ യജൂസ്, അത് ഹറാമാണ്, അനുവദനീയമല്ല. ക്രിസ്മസിന്റെ, ഓണത്തിന്റെ, ദീപാവലിന്റെ പോലെയുള്ള പരിപാടികളുടെ ആശംസ പറയുകയോ, വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുകയോ, ചങ്ങാതിമാർക്ക് മെസ്സേജ് ആയിട്ട് അയക്കുകയോ എന്താണെങ്കിലും, ഇനി അതുമായി ബന്ധപ്പെട്ട സാധനം കച്ചവടം ചെയ്യലോ, ക്രിസ്മസ് വരുമ്പോ ക്രിസ്മസ് ട്രീ, അതേപോലെ സ്റ്റാർ, മുഹറമുൻ ലാ യജൂസ്, അനുവദിക്കപ്പെട്ടതല്ല. എന്തുകൊണ്ട്? അത് ഒരു മതത്തിന്റെ ആദർശവുമായി മാത്രം ബന്ധപ്പെട്ട ഷിആറാണ്. അതുകൊണ്ട്
ഗ്ലാസ് വിറ്റാലോ? ഗ്ലാസ് മീൻസ് കുടിക്കുന്ന ഗ്ലാസ് എന്നല്ലോ പറയാം. അതിന് കണ്ണുപിടിക്കൂലേ? അതാണ്. അത് ഖാസല്ല, അത് ആമായ സാധനം. ചായ കുടിക്കാനും വാങ്ങും, കണ്ണുപിടിക്കാനും വാങ്ങും, കഞ്ചാവ് പിടിക്കാനും വാങ്ങും. അതുകൊണ്ട് എന്താവൂല, ഹറാമാവൂല. പക്ഷെ ഇത് ഒരു മതത്തിന്റെ ഷിആറുമായി ബന്ധപ്പെട്ട സംഗതികളാണ്, അതുകൊണ്ട് ഹറാം. ചെറിയ ചെറിയ ഗണപതി, ശിവൻ, ശിവലിംഗം ഒന്നും പറ്റില്ല, ഇതെല്ലാം ഹറാം. അതിലൂടെ ഉണ്ടാകുന്ന സ്വത്ത് ഹലാലായ സ്വത്ത് അല്ല, ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇത് കേട്ടപ്പോ കർണാടകത്തിൽ നിന്ന് ഒരാള് ഗിഫ്റ്റ് ഷോപ്പാണ്, ഈ പറഞ്ഞ എല്ലാം ഉണ്ട്, എല്ലാം കൂടി ചാക്കിലാക്കി കൊണ്ടിട്ട് പുഴയിൽ തള്ളി. ഇതാണ് ഇനിയൊന്നും വേണ്ട. അതാണ് തൗബ, അതാണ് തൗബ. വലം യുസിറു അലാ മാ ഫഅലു. ചെയ്തതിൽ പിടിച്ചു നിന്നുകൊണ്ട് തൗബയില്ല, അത് ഒഴിവാക്കിയിട്ടേ എന്തുള്ളൂ, തൗബയുള്ളൂ. ഇനി ദുന്യവിയായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലാണ് അവർക്ക് ആശംസ പറയുന്നെങ്കിലോ രണ്ടവസ്ഥകളിൽ അനുവദനീയമാണ്. ദുന്യവി എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ ജയിക്കുക, കച്ചവടത്തിൽ ലാഭം ഉണ്ടാവുക, പിന്നെ മത്സരത്തിൽ എന്തെങ്കിലും പങ്കെടുത്തിട്ട് ജയിക്കുക, ഇമാതിരി കാര്യങ്ങൾ. ലോട്ടറി അടിച്ചാലോ? ഇല്ല, അസ്ലൻ ഹറാമാണ്, അസ്ലൻ ഹറാമാണ്, അതിൽ ആശംസ പറയാനില്ല. രണ്ടവസ്ഥയിൽ ഭൗതികമായ കാര്യങ്ങൾക്ക് ആശംസ പറയൽ അനുവദനീയമാണ്. ഒന്നാമത്തെ അവസ്ഥ അൽ മുകാഫഅ, പകരത്തിന് പകരം. അവരിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും നമ്മളോടും, അതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ, അങ്ങോട്ട് പറയാം. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യഹൂദിയായ ചെറുപ്പക്കാരന്റെ വീട്ടില് രോഗിയായപ്പോ സന്ദർശിക്കാൻ വേണ്ടി പോയതുപോലെ. അതുമല്ലെങ്കിൽ അവർക്ക് ദഅവത്തിന് ചിലപ്പം അതൊരു കാരണമായി മാറിയാൽ, മനസ്സലിയാനും നമ്മളെ കേൾക്കാനും പിന്നെ ദീൻ പഠിക്കാനും ചാൻസ് ഉണ്ട് എന്ന് കണ്ടാൽ അത് അനുവദനീയമാണ് എന്നല്ല, ഫഹുവ മശ്റൂഅ, അത് ദീനിൽ നിയമമാക്കപ്പെട്ട ആശംസ വാക്കാൻ. അങ്ങനെ ചെയ്യണം. എന്ത് കിട്ടുമെങ്കിൽ അതിലൂടെ ഹിദായത്തിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നിയാൽ. ഇനി ഒരു പ്രധാനപ്പെട്ട സംഗതി ഓർക്കുന്നില്ലല്ലോ, വജഅലുഹും رؤساء على المسلمين وخدمتهم الخدمة الذاتية. കാഫിറുകളെ, മുശ്രിക്കുകളെ മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരായി നിയമിക്കുക. ഗവൺമെന്റ് സ്ഥാപനം എന്ത് ചെയ്യും? മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരായി കാഫിറുകളെ, മുശ്രിക്കീങ്ങൾ നിയമിതരാവുക. കുഫറിന്റെ രാജ്യത്തല്ല, ഇസ്ലാമിക രാജ്യത്തെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് പറ്റൂല, ഇവിടെ നമുക്ക് ജോലി ചെയ്യാം, പ്രശ്നമില്ല. വ്യത്യാസം മനസ്സിലായോ? നമ്മൾ ജീവിക്കുന്നത് ഇസ്ലാമിക ഖിലാഫത്തുള്ള രാജ്യത്തല്ല, അതുകൊണ്ട് പറ്റൂല, നിർബന്ധിതരാണ് നമ്മൾ, മുക്രഹാണ്. ഇല്ലാമൻ ഉക്രി, നിർബന്ധിതൻ എല്ലായിടത്തും ഒഴിവാക്കപ്പെട്ടവനാണ്. സംബന്ധിച്ച് ഉദാഹരണം പറയാം. ജുമാ നിസ്കാരം ഫർദാണോ സുന്നത്താണോ? ഫർദാണ്, സംശയമില്ല. ആർക്ക്? മുഖീമിൽ, നാട്ടിൽ താമസിക്കുന്ന യാത്രക്കാരന് ഫർദല്ല. ഇനി ഒരാള് നാട്ടിന്റെ പുറത്താ ഉള്ളത്, അല്ലെങ്കിൽ നാട്ടിൽ തന്നെയാ ഉള്ളത്, അയാള് മുക്രഹ, നിർബന്ധിതനാണ്. ഒന്നുകിൽ അയാളുടെ ജോലി, ആ സമയത്ത് ജുമാക്ക് വന്നാൽ ജോലി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വിദ്യാർത്ഥിയാണ്, ഒരുപാട് പൈസ കൊടുത്ത് അഡ്മിഷൻ എടുത്തിട്ട് പഠിക്കാൻ അവിടെ, ആ മാനേജ്മെന്റ് എന്ത് ചെയ്യില്ല, ജുമാക്ക് കുട്ടികളെ വിടൂല. അവൻ നിർബന്ധിതനായ അവസ്ഥയിൽ ജുമാക്ക് പകരം നമസ്കരിച്ചാലും മതിയാവും, കുറ്റക്കാരനാവില്ല, മുക്ര. പക്ഷെ അഫ്ദൽ ഫീസ് വാങ്ങിട്ട് പോക്കണം, അഫ്ദൽ ഈമാന്റെ കമാലിയത്ത് ഒഴിവായിട്ട് പോക്കണം, അത് സംശയമില്ല. നമുക്ക് രണ്ട് ഉദാഹരണങ്ങളാണ് സഹാബാക്കളുടെ കൂട്ടത്തിലുള്ളത്. ഒന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അത് പാറയാണ്. പാറ എന്ന് പറഞ്ഞാൽ ഇല്ലേ എന്നാ ഇല്ല, കേൾക്കാൻ പറ്റൂലേ. MBBS അഡ്മിഷൻ എടുത്തിട്ട് പോയതായിരിക്കും, 10 ലക്ഷം കൊടുത്തിട്ടായിരിക്കും അവിടെ കേറിയിട്ടുണ്ടാവുക. മഅസ്സലാമ, 10 ലക്ഷമല്ലേ പോയിട്ടുള്ളൂ, സ്വർഗം പോയിട്ടില്ലല്ലോ, മതി, തിരിച്ചു വരും. അതാണ് ബിലാൽ ഇബ്നു റബാഹിന്റെ മാതൃക.
കടുപ്പം. മറ്റൊന്ന് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു. കഴിയുന്നത്ര ശ്രമിച്ചു, സഹിച്ചു. പക്ഷെ ലാസ്റ്റ് ടൈമിൽ മുക്രഹായി പോയി, നിർബന്ധിതനായി പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ ചീത്ത പറഞ്ഞു പോയി. പക്ഷെ അള്ളാഹുവിന് എന്തറിയാം, ഉള്ളറിയാം. ഇനി ഒരാള് ഈ അവസ്ഥയിൽ, ഫിഖഹിന്റെ മസലയാണ്, നിർബന്ധിതനാണ്, പക്ഷെ അവന്റെ മനസ്സിന് ചാൻസ് ആയി കുറെ നാളെ ജുമാന്റെ സമയത്ത് ഇങ്ങനെ റൂമിൽ കിടന്നുറങ്ങാൻ വിചാരിച്ചിട്ട്, ഇല്ലെങ്കിൽ പുറത്തൊന്ന് കാണാനുള്ള വിചാരിച്ചു. കുറെ കൊല്ലല്ലേ, ജനിച്ച മുതൽ പ്രായപൂർത്തിയായത് തൊട്ടിട്ട് വെള്ളിയാഴ്ച ആ സമയം പള്ളി തന്നെയല്ലേ, ദുഹറിന് പോകുന്നില്ലെങ്കിലും. അപ്പൊ ഓന്റെ മനസ്സിൽ എന്ത് വന്നു, അതൊരു കിട്ടിയ ചാൻസ് പോലെ വന്നാൽ അത് കുഫറാണ്. ഇതുപോലെ സിന, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇന്ന് പുതിയ തലമുറയോട് സിന ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റിയ കേസല്ല, അത് സർവ്വസാധാരണയായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എത്ര സത്യമാണ്. ഒന്ന് അങ്ങോട്ട് മാറിക്കിടന്നിട്ടാക്ക് പോയി എന്ന് പറയും ആൾക്കാർ. അങ്ങനെയായി കോഴിക്കോട് നഗരം വരെ. നിങ്ങൾ എപ്പോഴും 2-3 മണിക്കെല്ലാം KSRTC-യിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിട്ടുണ്ടോ? അതിലൊക്കെ സ്കൂട്ടർ എടുത്തിട്ട് വന്ന് നോക്കിയാൽ മതി. നിങ്ങളെ ഈ കോഴിക്കോട് മഹാപട്ടണത്തിന്റെ ശരിക്കുള്ള മുഖത്താണ്. നമ്മൾ യാത്രക്കാരായതുകൊണ്ട് എപ്പോഴും ഇത് കാണും. ഭയങ്കര അപകടമാണ്. ഞാനിത് കാണുമ്പോൾ ചിന്തിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട തന്നെ പലരും പെൺമക്കളെ എന്ത് ധൈര്യത്തിലായിട്ട് ബാംഗ്ലൂരിലേക്ക് പോവാ KSRTC ബസ്സിലോ ഒറ്റയ്ക്ക്. എങ്ങനെ ഹലാലാവും? ഹജ്ജ് ഉംറ വരെ നിർബന്ധമാവാൻ, ഉംറ വീട് ഒരിക്കലല്ലേ വാജിബുള്ളൂ. ഹജ്ജ് അർക്കാനുൽ ഇസ്ലാം, ഹജ്ജ് വാജിബാകാനുള്ള ശുറൂത്തുകളിൽ ലാസ്റ്റ് ഖാസും ബിന്നിസാ, പെണ്ണുങ്ങൾക്കുള്ള ഒരു എക്സ്ട്രാ ഷർത്തുണ്ട്, യാത്ര മഹറമിന്റെ കൂടെ ആയിരിക്കണം. മഹറം ഇല്ലെങ്കിൽ ഓക്ക് കോടീശ്വരിയാണ്. പക്ഷെ എന്തില്ല, ഹജ്ജ് നിർബന്ധം. 2 സെന്റ് വിറ്റാൽ ചിലപ്പം 10 ലക്ഷം കിട്ടും. അങ്ങനത്തെ പൈസക്കാര് പെണ്ണുങ്ങളുണ്ട്. 2 സെന്റ് കൊടുത്താൽ മതി. പക്ഷെ മഹറം പോവാനില്ലേ, വെറുതെ വിറ്റിട്ട് കളയണ്ട, അവിടെ തന്നെ വെച്ചു. മോളെ മകനാകുമ്പോ വെക്കാം, പൊന്നു വാങ്ങാൻ. കാരണം കാര്യമില്ല, ഹജ്ജ് വാജിബയല്ല മെഹറമില്ലെങ്കിൽ. എങ്കിൽ പിന്നെ ബാംഗ്ലൂരേക്കും മൈസൂരേക്കുള്ള യാത്രയെ പറ്റി എന്താ പറയാ? ഭയങ്കര ഡേഞ്ചറാണ്. സിന ഒരാള് ചെയ്തു, അല്ലാഹു കാക്കട്ടെ, അയാള് മുശ്രിക്കോ കാഫിറോ ആവില്ല. ജിന ചെയ്യുന്ന സമയത്ത് അയാളെ ഈമാൻ ഉയർത്തപ്പെടും. ജിന ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് മരിച്ചതെങ്കിൽ കുഫറാണ്. لا يزني الزاني حين يزني وهو مؤمن ولا يشرب الشارب حين يشرب وهو مؤمن ولا يسرق السارق حين يسرق وهو مؤمن. കക്കുന്നവൻ കട്ടോണ്ടിരിക്കുമ്പോ മുഅ്മിനല്ല, ഈമാൻ പോയിട്ടല്ലേ അവിടെ കക്കുന്നു. കുടിച്ചവൻ അതിന്റെ പൂസ് മാറുന്നവരെ മുഅ്മിനല്ല. വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്നവൻ തീരുന്നത് വരെ മുഅ്മിനല്ല. ആ അവസ്ഥയിൽ കള്ളുപിടിച്ചിട്ടൊക്കെ മരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഖൗമിൽപ്പെട്ടവർ മുഅ്മിനല്ല. ആ സമയത്ത് ഈമാൻ ഉയർത്തപ്പെടും, അത് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുന്നു. പക്ഷെ ഒരാൾ അതിനെ ഇസ്തിഹ്ലാൽ ചെയ്താൽ എന്ന് പറഞ്ഞാൽ, സിന എങ്ങനെയാണ് ഹറാമാക്കാൻ പറ്റുക എന്ന് ചോദിച്ചുകൊണ്ടാണ് ചെയ്തതെങ്കിൽ ഇതിനുള്ളിലാണ്. ഇവിടെ തന്നെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നോക്കൽ. ഇതിനുള്ളിൽ ഒരു നിയ്യത്ത് എന്തായിരുന്നു, അത് അനുവദനീയമാണെന്നുള്ള വാദത്തിലാണ് ചെയ്തതെങ്കിൽ പോയി. അപ്പൊ കുഫാറുകളായ ആളുകൾ മുസ്ലിമീങ്ങളുടെ മേൽ നേതാക്കന്മാരായി നിയമിതരാവുക. അതേപോലെ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള സേവനം ചെയ്തു കൊടുക്കുന്ന സേവകരാകാനും പറ്റൂല. അതിന്റെ ഹുക്കം നോക്കിക്കോളൂ. ഏതുപോലെ കുഫാറുകളുടെയും മുശ്രിക്കീങ്ങളുടെയും വസ്ത്രം കഴുകി കൊടുക്കുക, അവർക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുക, അവരുടെ വീടുകൾ വൃത്തിയാക്കി കൊടുക്കുക. ഫനഖൂൽ, നമ്മൾ പറയും, ഉലമാക്കൾ പറയാ, ഇതെന്തല്ല,
അനുവദനീയമല്ല. വകദാലിക് അപ്രകാരം തന്നെ ജഅലുഹും റുഅസാഅ അലൽ മുസ്ലിമീന ഫിൽ അഅമാൽ, ജോലികളിൽ കുഫാറുകളെ മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരാക്കലും. ഫനഖൂലു ബിഅന്ന ഹാദാ ലാ യജൂസ്, കാരണം ദലീൽ അല്ലാഹു പറയുന്നു സൂറത്തുൻ നിസാഇന്റെ 141. അമ്മാനി തഫ്സീറൊക്കെ വായിച്ചോക്കണം. വലൻ യജഅല അല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സബീലാ, കാഫിരീങ്ങൾക്ക് അല്ലാഹു മുഅ്മിനീങ്ങളുടെ മേൽ ഒരു വഴിയും തുറന്നു കൊടുത്തിട്ടില്ല. മുഅ്മിൻ എപ്പോഴും മുകളിലാണ്, കാഫിർ എപ്പോഴും താഴെ. മുഅ്മിൻ മീൻസ് മുവഹിദ്. അതന്നെ വേർതിരിച്ച് പറയണം. അല്ലാത്തവനെ മുസ്ലിമായി മുഅ്മിനായി നമ്മൾ പരിഗണിക്കുന്നേ ഇല്ല. വൽ ഇസ്ലാമു യഅലു, ഇസ്ലാമാണ് മുകളിൽ നിൽക്കേണ്ടത്. വലാ യുഅല അലൈ, അതിന്റെ മുകളിലേക്ക് കയറാൻ അവകാശമില്ല. ഇസ്സത്തും അന്തസ്സും അഭിമാനവും ഉയർച്ചയും പദവിയും ആദരവും മുഅ്മിനാണ്. നമ്മൾ പള്ളിയിൽ ഒരു IAS കാരൻ വന്നു, ഒരു കത്തിക്കച്ചവടക്കാരനും വന്നു. നിങ്ങൾ ആരെ ബഹുമാനിക്കുക? അല്ലേ? അയാൾ കാഫിറാണെങ്കിലും ഇവനോ മുവഹിദായ കച്ചവടക്കാരൻ, സഹാബാക്കൾ അദ്ദേഹത്തെ ബഹുമാനിക്കും. മുവഹിദായ, കാരണം അവന്റെ റബ്ബിനെ അറിഞ്ഞവനാണ്, മറ്റവൻ റബ്ബിനെ അറിയാത്തവനാണ്, ജാഹിലാണ്. ബൽ തുസിറൂന ഹയാത്തദ് ദുനിയ, അതാണ് നമ്മുടെ പ്രശ്നം. നമ്മളെ പ്രശ്നം അതാണ്. IAS കാരനെ ബഹുമാനിക്കാം, അതിന്റെ വേറൊരു മേഖലയുണ്ട്. അൻസിലിന്നാസ മനാസിലും, അയാളുടെ ആ സ്ഥാനത്തിന്റെ പദവിയുടെ ആദരവ് കൊടുക്കാം. പക്ഷെ ഒരു മുവഹിദിന്റെ മുന്നിൽ ആദരിക്കപ്പെടേണ്ടവനല്ല അവൻ. മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്തുണ്ട്. വലില്ലാഹിൽ ഇസ്സ, അതല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ് മദീനത്ത് വന്നിട്ട് പ്രഖ്യാപിച്ചത്, ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. ഇസ്സത്തുള്ള ആളുകൾ, നമ്മൾ മദീനക്കാര്, അദല്ലുകളായ മുസ്ലിമീങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ പോവാണ് മദീനത്ത്. അള്ളാഹു പറഞ്ഞെന്താ? വലാകിൻ വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് അല്ലാഹുക്കും അല്ലാഹുവിന്റെ റസൂലിനും മുവഹിദീങ്ങൾക്കുമാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, അത് മുനാഫിഖീങ്ങൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ തിരിച്ചറിഞ്ഞു, നമ്മൾ പറഞ്ഞില്ല. തൗഹീദിനോട് അത്ര ഇഷ്ടമാണ്, തൗഹീദിന് മനസ്സിൽ അത്ര പ്രാധാന്യമാണ്. അതിന്റെ വക്താക്കളെ അങ്ങനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അള്ളാഹു ഇഷ്ടമാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടൽ ഈമാന്റെ ഭാഗമാണ്. ശരി, ഇനി തർക്കുഹും യുദ്ഹിറൂന ശആഇറ ദീനിഹിം, കുഫാറുകളെ, ഇന്ത്യയിലുള്ള കേട്ടോ, ഇത് ഇന്ത്യന്റെ കഥയല്ല പറയുന്നത്. ഇന്ത്യയിൽ ഇത് പറയാൻ ചിലപ്പോ എന്ത് പറയും, ഈ ചങ്ങായി മറ്റേതാണ്, ഏത് ഭീകരവാദിയാണ്, തീവ്രവാദി എന്ന് പറയും. അവർക്ക് അവരുടെ കുഫാറുകളുടെ ദീനിന്റെ അടയാളങ്ങളെ പ്രദർശിപ്പിക്കാൻ അനുവാദം കൊടുക്കാതിരിക്കുക നിർദ്ദേശമാണ്. ഏതുപോലെ മിൻ ശുർബിൽ ഖംർ, പരസ്യമായിട്ട് കള്ളുടിക്കാൻ ഇസ്ലാമിക രാജ്യത്ത്, ഔ അക്ലിൽ ഖിൻസീർ, അല്ലെങ്കിൽ പന്നിയെത്തുന്ന, ഔ ദർബിൻ നാഖൂസ്, മണിയടിക്കുക മുശ്രിക്കീങ്ങളുടെ, വനഹ്വിദാലി, നസറാക്കൾ മണിയടിക്കുന്നുണ്ടല്ലോ. ഇതൊന്നും ഇസ്ലാമിക രാജ്യത്ത് പരസ്യമാക്കാൻ അനുവദിച്ചുകൂടാ. കാരണം വനഹ്വിദാലി ഇതേപോലത്തതല്ല. ഇതിനോടൊപ്പം ചില ഉലമാക്കൾ എടുത്തു പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം നവാഖിദുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മുശ്രിക്കീങ്ങളോടും കുഫാറുകളോടുമുള്ള മുഅ്മിനീങ്ങളുടെ മുവഹിദീങ്ങളുടെ നിലപാട് പറയുമ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് വമിൻ മുദാഹരി മവാലാത്തിഹിം ഐദൻ, അവരോടുള്ള ഈ സമ്പർക്കവും ഇണക്കവും അതിൽപ്പെട്ടതാണ് അൽ ഇഖാമത്തു ഫീ ബിലാദിഹിം, അവരുടെ നാട്ടിൽ ചെന്ന് താമസിക്കലും. മുഹറമുൻ ലാ യജൂസ്, അനുവദനീയമല്ല. ഇന്ത്യയിൽ പറ്റും, എന്താ കാര്യം? ഇന്ത്യയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയാൻ അനുവാദമുള്ള നാടാണ് ഇന്ത്യ, അത് പറ്റും. പക്ഷെ ബിലാദുൽ കുഫാർ, അത് അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത കാഫിരിങ്ങളുടെ നാട്ടിൽ ചെന്ന് താമസിക്കൽ മുഹറമുൻ ലാ യജൂസ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് അവിടെ മുഅ്മിനീങ്ങൾ സുരക്ഷിതരല്ല, മുവഹിദീങ്ങൾ അവിടെ സുരക്ഷിതരല്ല. അതുകൊണ്ട് വസ്സഫറു ഇലാ ബിലാദിഹിം ലിഗറദിൻ നുസ്ഹതി വമുതഅത്തിൻ നഫ്സ്. സലഫി ഉലമാക്കളുടെ അഭിപ്രായം കേട്ടോ,
നഫ്സിനൊരു സുഖം കൊടുക്കാനും ഒരു ടൂറായിട്ടും കുഫാറുകളുടെ നാട്ടിലേക്ക് പോവലും മുഹറമുൻ ലാ യജൂസ്, നിർവചനീയല്ല. ഉദാഹരണത്തിന് എന്താ പറയാ, മാലിദ്വീപ്സ് ഇസ്ലാം മുസ്ലിം അല്ലേ? പിന്നെ ബാലിയിൽ കള്ളുപിടിക്കാൻ പോകുന്ന സ്ഥലമല്ലേ, പോയിക്കൂടാ. മുഹറമുൻ ലാ യജൂസ്. എത്ര ഉംറ ചെയ്യാം, എത്ര ആൾക്കൊണ്ട് ഉംറ ചെയ്യിപ്പിക്കാൻ ഒറ്റ പോക്കി പോയി വരുന്നില്ല പൈസ. അപ്പൊ തെളിവുണ്ടാകും നമുക്ക്. അള്ളാഹ് പറയുന്നില്ലേ, ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കണം, എന്നിട്ട് അള്ളാന്റെ അജായിബുകൾ നോക്കണം. അതിന് പറ്റിയ നാട് ഇഷ്ടം പോലെ ഇസ്ലാമിലുണ്ട് പോയി സഞ്ചരിക്കാൻ. ഇസ്ലാമിക താരീഖ് നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാനാ പറഞ്ഞത്, അല്ലാണ്ട് ബാലിൽ പോയിട്ട് കണ്ടുപിടിക്കാനല്ല പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ് മുഹറം ലാ യജൂസ്. ഷെയ്ഖ് ഹുമൈദി ഇതിനൊക്കെ വഫാത്തായി പോയി. അദ്ദേഹത്തിനൊരു ഫത്വ, അമേരിക്കയിൽ ഞാൻ ചെന്നാൽ അവിടെ പള്ളിയില്ല, നിസ്കാരത്തിന്റെ ടൈമിങ് ഒന്നും എനിക്ക് അറിയാനുള്ള ഒരു ഇതില്ല, അപ്പൊ ഞാൻ എങ്ങനെ അവിടെ നിസ്കരിക്കുക എന്റെ ജുമുഅ ഫർദ് നിസ്കാരം? അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞെന്താണോ, യാ അഖി, നീ എന്തിനാ അമേരിക്കയിലേക്ക് പോയത്? ഫസ്റ്റ് ചോദ്യം, നീ അമേരിക്കയിലേക്ക് പോയത് എന്തിനാണ്? ജോലിക്ക് പോയതാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാം. കാരണം ബിലാദുൽ കുഫാറിൽ പോയി മുഅ്മിനീങ്ങൾ താമസിക്കൽ മുഹറം ലാ യജൂസ് ഇല്ലാ ബിശർത്ത്. ഷർത്തുകളുണ്ട്. ഒരാൾ ജാമത്തിന് വേണ്ടി പോയാലും അത് പറ്റും. മഈശത്തിന് വേണ്ടി പോകേണ്ടി വന്നു, ജോലി ആവശ്യാർത്ഥം പോകേണ്ടി വന്നു, അത് പറ്റും. വ്യത്യാസം മനസ്സിലായോ? അല്ലാതെ മുഹറം ഇനി അതിന് വേണ്ടി തന്നെയാണെങ്കിലും ഇവിടെ വേറെ ചോദ്യം വരും. മഈശത്തിന് വേണ്ടിയാണെങ്കിലും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ചില മുസ്ലിമീങ്ങൾ ശത്രുപക്ഷത്ത് നിന്നും കൊല്ലപ്പെട്ടു. അതായത് അവരെ മുസ്ലിമീങ്ങൾ കൊന്നു. അവര് മുസ്ലിമാണെന്ന് നമ്മുടെ മുസ്ലിം പെട്ട ആൾക്കാർക്ക് അറിയില്ല. അവർ ഈമാൻ ഒളിപ്പിച്ച് വെച്ചവരാണ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് സൂറത്തുൽ ആറാഫ് മയ്യത്തുകൾ കിടക്കുന്ന സമയം മലക്കുകൾ വന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ ഈ മയ്യത്തുകളോട്? ഖാലു, അപ്പൊ അവര് പറഞ്ഞു, കുന്നാ മുസ്തദ്അഫീന ഫിൽ അർദ്, നമ്മൾ ബലഹീനരായിരുന്നു, അതുകൊണ്ട് ഇത് പരസ്യപ്പെടുത്താൻ പറ്റിയില്ല, രഹസ്യമാക്കി വെച്ചു. ഉടനെ മലക്കുകളെ തിരിച്ചുള്ള ചോദ്യം, അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹാ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, നിങ്ങൾക്ക് ഹിജറ പോയി കൂടായിരുന്നു? ഇപ്പൊ ബിലാദുൽ കുഫാറിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് വരിക, അല്ലെങ്കിൽ മുസ്ലിമുകളുടെ നാട്ടിലേക്ക് പോകുക, അല്ലെങ്കിൽ ദീൻ പ്രകടിപ്പിച്ച് ജീവിക്കാൻ. മനസ്സിലായി? പാറ്റും പതുങ്ങിയല്ല, ദീനിന്റെ ഷിആറുകൾ പരസ്യപ്പെടുത്തി ജീവിക്കാൻ അനുവാദമുള്ള കാഫിറുകളുടെ നാട്ടിലേക്ക് പോവുക. ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പോയിട്ട് ജീവിക്കാൻ. അല്ലാതെ ബിലാദുൽ കുഫാർ, ഇസ്ലാമിനോട് വെറുപ്പ്, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോട് വെറുപ്പ്, മുഹറമുൻ ലാ യജൂസ്. ഇന്ത്യയിൽ നമ്മൾ ഇന്ന്, ഞാൻ മടിക്കേരിയിൽ നമ്മളൊരു സ്ട്രീറ്റ് ദേവ നടത്തി, മല കയറി, നല്ല തണുപ്പും നല്ല റാഹത്തുള്ള ഒരു സ്ഥലത്ത് പോയി, ഒരു കുടിസിൽ സ്പീക്കർ കെട്ടി ഒരു മൈക്കും പിടിച്ച് റോഡ് സ്ഥലത്ത് നിന്നിട്ട് 2 മണിക്കൂർ പ്രസംഗിച്ചിട്ടായിരുന്നു. സൗദിയിൽ പറ്റുമോ? സൗദിയിൽ മൈക്ക് കെട്ടുന്ന കണ്ട പിന്നെ നമ്മൾ ചെയ്യില്ലായിരിക്കും. അതാ ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ. ഇവിടെ തൗഹീദ് പറയാനും തൗഹീദ് പ്രചരിപ്പിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും യാതൊരു പ്രശ്നവുമില്ല, എല്ലാ റാഹത്തുണ്ട്. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള അടിപിടി അത് ഇത് ഒക്കെ ചെയ്ത് വെക്കുക, അനുഭവിക്കൊണ്ട് അനുഭവിച്ചേ പറ്റുള്ളൂ. ഉണ്ട്, അവിടെയൊക്കെ ജലസ് നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ 2 മാസം പോയിട്ട് വന്നേ. വലിയ വലിയ പരിപാടി, മദ്രസകള്. നമ്മളതിന്റെ മൂലക്കെന്തോ നടക്കുന്നതിനെ ഭയങ്കര പർവ്വതീകരിച്ചിട്ട് ആർക്കാണ് മീഡിയ പേടിപ്പിക്കാൻ. ഖഫൂനി വലാ തഖഫൂനി, അല്ലാഹ് അവരെ പേടിക്കണ്ട, എന്നെ പേടിച്ചാൽ മതി. ഇവിടെ എന്റെ ഉപ്പ എപ്പോഴും പറഞ്ഞ സംഗതിയുണ്ട്, പെപ്സി ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയി നമ്മുടെ നാട്ടിൽ കാസർഗോഡ്. അപ്പൊ അവിടെ വലിയ ബോർഡിൽ എന്തൊക്കെയാ ബഹിഷ്കരിക്കേണ്ടത് വെച്ചിട്ടുണ്ട്. കോളകള്, പെപ്സി, കോള, 7up,
പിന്നെ പിന്നെ കുറെ കമ്പനി അജിദാസ് അത് ഇതിങ്ങനെ കുറെ വെച്ചിട്ടുണ്ട്. ഉപ്പാൻ കമ്പനിക്കാരെ ചോദിച്ചു, ഇതിന് ജാറ കൊടുത്തു, ഇതിന് സൂഫികളായ ഇത് കൊടുത്തു, റാത്തി കൊടുത്തു, ഇതൊന്നും ബഹിഷ്കരിക്കണ്ടേ? പെപ്സി കുടിക്കാണ്ടതിനെ കൊണ്ട് പരസ്യത്തിന് സഹായമാകുമോ? ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ഈ 10 ആൾക്കാർ പെപ്സി ഒഴിവാക്കി, എന്ത് കേട്ടോ? ഒരാവശ്യമില്ല, വാങ്ങിട്ട് കുടിച്ചോ, ഒരു കാര്യമില്ല ഇത്. എന്ത് കാര്യം? അവർക്ക് നഷ്ടാവോ ഇല്ലയോ? മുസ്ലിമിന് എന്ത് കാര്യം? കമ്പനി മുട്ടുവലിക്കും. ഉമ്മത്തിന് എന്ത് നേട്ടം? ഉമ്മത്തിന്റെ നേട്ടം യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. അല്ലാഹു പറഞ്ഞത് മൂന്ന് കാര്യം പറഞ്ഞ അല്ലാഹു. ഏത്? വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്സാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്. ഭൂമിയിൽ നാം അവർക്ക് അധികാരം കൊടുക്കും. കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവർക്ക് കൊടുത്തതുപോലെ. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതദാ ലഹും, അവർക്ക് തൃപ്തിപ്പെട്ട ദീൻ അവർക്ക് ഞാൻ സൗകര്യപ്പെടുത്തി കൊടുക്കും. വലയുബദ്ദിലന്നഹും, അവർക്ക് ഞാൻ പകരം കൊടുക്കും. മിൻ ബഅദി ഖൗഫിഹിം, ഭയത്തിന് ശേഷം അംന, നിർഭയത്വം. ഇത് മൂന്നല്ല ഇന്ന് മുസ്ലിം ലോകത്ത് നഷ്ടപ്പെട്ടത്. എന്താ വഴി? യഅ്ബുദൂനനി. കമ്പനി കൂട്ടിക്കാനാ? ഇപ്പൊ സൗദിയില് സുലൈമാൻ റുഹൈലിന്റെ ഫത്വ വന്നു. മറ്റേ മെക്ഡൊണാൾഡില്ലേ, ബന്നും മറ്റുള്ള ബഹിഷ്കരിക്കണോ? സുലൈമാൻ റുഹൈൽ പറഞ്ഞു, അത് സൗദിയിലെ ഒരു പൗരൻ ഓന്റെ അടുത്തുനിന്ന് കോടികൾ കൊടുത്തിട്ട് നേരത്തെ വാങ്ങി, ഇപ്പൊ ഇതിന്റെ പൈസ കിട്ടുന്നത് ഈ പാവപ്പെട്ടവരാണ്. നിങ്ങൾ തിന്നാണ്ടിരുന്നാൽ ഇവനായിരിക്കും പട്ടിണിയാവുക. അവര് പേരുണ്ടാക്കിയിട്ട് എല്ലാവർക്കും വിറ്റ് കഴിഞ്ഞ് ഒരു നമ്മൾ ബഹിഷ്കരിക്കുന്ന കാലം വെച്ചിരിക്കുന്നുണ്ടാവും. ഓട്ടന്മാർ സ്വന്തം ഗവൺമെന്റ് പൈസ ഇല്ലാണ്ടാക്കുന്നത് എല്ലാം കൊടുത്തു കഴിഞ്ഞതാണ്. അല്ലാണ്ട് സൗദിയിലെല്ലാം ആലിമ്യങ്ങളൊക്കെ പൊട്ടന്മാരാ, ഭരണാധികാരികളൊക്കെ ബോധമില്ലാത്ത മനുഷ്യന്മാരാ. ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ സൗദിനെ കുറ്റം പറയുന്നുണ്ടാ തോന്നും. അവിടെ ഭരിക്കുന്നതെല്ലാം എല്ലാവരും മന്ദബുദ്ധികളാണ്. വീണറിയാത്ത, ദുനിയാവ് അറിയാത്ത, രാജ്യം ഭരിക്കാൻ അറിയാത്ത, നിയമം അറിയാത്ത, ഏതോ പിന്നെ മരുഭൂമി കയറി വന്ന ആൾക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. ഇവർക്കും തലച്ചോറില്ലേ? ഇതൊക്കെ രാജാക്കന്മാരുടെ മക്കളല്ലേ ഈ ഭരിക്കുന്നത്. അപ്പൊ അതിന്റെ പശർമ എന്തായാലും ഉണ്ടാവൂലേ? വെറുതെ കുറ്റം പറയാ സൗദിയെ. എന്നാൽ സൗദി ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്ന നന്മകളോ? മദീനത്ത് ഖുർആൻ പ്രിന്റിംഗ് പ്രസ് ഇല്ലേ? ഒരു ദിവസം എത്ര ഖുർആനാ ഫ്രീ ആയിട്ട് പോകുന്നത്? അതിനുള്ളൂ 49,000 ഒരു ദിവസം പെർ ഡേ. 49,000 മുസ്ഹഫ്. അതും ഏത് ക്വാളിറ്റി? ഒരു മാസം എത്രയായി? ഒരു മാസം ആകുമ്പോ എത്രയായി? ഒരു ദിവസം 49,000. 30 ദിവസം കൊണ്ട് എത്ര ഖുർആനായി? ഇനിയിപ്പം SSLC തോറ്റ ഞാൻ വേണമെങ്കിൽ കണക്കുകൾ വിളിച്ചു തരാം. 49,000 ഇൻറ്റു 30, 14,70,000 ഖുർആൻ ഒരു മാസം ലോകത്തിന്റെ 4 ഭാഗത്തേക്ക് ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്. ആ ഒറ്റ സംഗതി മതി ഇവർ ലോകത്ത് പോകാൻ. കാരണം പക്ക മുവഹിദീങ്ങളാണ് ഈ രാജാക്കന്മാര്, പക്ക മുവഹിദീങ്ങളാണ്. വേറെ എന്തും കൂട്ടിക്കോ, ഈ ഒരൊറ്റ നന്മ മതിയാവും. കാരണം ഇത് ഖുർആനുമായി ബന്ധപ്പെട്ട നന്മയാണ്. അതാരും കാണില്ല. ഇവരും പോയി നിന്നിട്ട് ഖുർആൻ വാങ്ങിയിട്ട് വരും. ജമാഅത്ത് ഇസ്ലാമിക്കാരനും പള്ളി ഉണ്ടാക്കിയാൽ മദീനത്തേക്ക് കത്തയക്കും, കൊടുത്തയക്കും. ഒരു വലിയ പള്ളിയുണ്ട്, കുറച്ച് ഖുർആൻ വേണോ, ഒരു 3 പെട്ടി ഖുർആൻ അവർ അയച്ചു കൊടുക്കും ഇവിടെ ഓതാൻ. എന്നിട്ട് ഇടന്നൊരു ഇൻഫോർമ കയറിയിട്ട് സൗദി അങ്ങനെ, അയാൾ ഇങ്ങനെ, ഇയാൾ ഇങ്ങനെ. ഇതിനല്ലേ തോന്നിവാസം എന്ന് പറയുന്നത്, വിരോധാഭാസം. അതുകൊണ്ട് ഇന്ത്യ ജീവിക്കാൻ സുഖമുള്ളതാണ്. ഷർത്തിതാണ് യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. അതിലേക്കൊന്നും മടങ്ങി വന്നു നോക്കിയേ. മദീനയായതുപോലെ നാടുകൾ മുഴുവൻ. ഇത് അള്ളാന്റെ വാദല്ലേ, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. പക്ഷെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളി, ഞാൻ മനസ്സിലാകുന്ന നിങ്ങളുടെ നിലപാട് എന്താണെന്നറിയില്ല. മുസ്ലിമും ഇന്നലെ അവിടെ ഒരുപാട് പ്രസംഗത്തിൽ ആവർത്തിച്ച് കേട്ടുന്ന സംഗതിയാണ്. മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെ പഠിപ്പിച്ചു, ഇവരെ ഇങ്ങനെ പഠിപ്പിച്ചു, ഇന്നത്തെ കോളേജ് ഉണ്ടാക്കി, ആ കോളേജ് ഉണ്ടാക്കി. ഒരു കാര്യമില്ല. ജോലിയും പൈസയും കിട്ടും. അങ്ങനെ മുസ്ലിം ഉമ്മത്തിന് പുരോഗമനം എന്തായാലും പറയാ, ഇംഗ്ലീഷിൽ എന്താ പറയാ?
നവോത്ഥാനം. ആ നവോത്ഥാനം കൊണ്ട് നല്ല മന്തി, ബിരിയാണി, രാവിലെ നല്ല ആട്ടിറച്ചി, ആട്ടിന്റെ തല, രാവിലെ 3 മുട്ട പുഴുങ്ങിയതൊക്കെ എല്ലാ വീട്ടിലും തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ സത്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ നവോത്ഥാന നായകന്മാരുടെ അല്ലെങ്കിൽ നവോത്ഥാന പ്രവർത്തകരുടെ വീട്ടിലുള്ള ചെറിയ മക്കളെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കിയ നിനക്ക് എന്ത് നവോത്ഥാനം ഉണ്ടാക്കി? ഞാൻ ഇത്രയും കാലത്തെ പരിചയം കൊണ്ട് പറഞ്ഞാലോ, നമ്മളത് ഇത് കട്ടാക്കിയിട്ട് ഇട്ടാൽ മതി. അത് നമ്മൾ സമ്മതിച്ചു. നമ്മള് ഇപ്പൊ ഞാനും നിങ്ങളും അടങ്ങിയ ഈ പ്രായക്കാർക്ക് കിട്ടിയ നവോത്ഥാനം, അത് കഴിഞ്ഞ നമ്മുടെ മുൻഗാമികളായ ഉലമാക്കള് ദീനിന്റെ മുകളിലും ദുര്യാവിനെ താഴെയും വെച്ച് പ്രവർത്തിച്ച് കിട്ടിയതാണ്. ഇന്നോ സത്യം പറയും, ദുര്യാവിന് മുകളിലും ദീൻ താഴെയാണ്. എല്ലാം അറിയാൻ പറ്റുമോ? മദ്രസ എത്ര ദിവസം? സ്കൂൾ എക്സാം വന്നാൽ ഇവിടുത്തെ കഥയല്ലേ? അതൊരു പ്രശ്നം തന്നെയാണ്. ശരിയല്ല, സംശയമില്ല. പറഞ്ഞതിനോടൊന്നും നമുക്ക് വിയോജിപ്പില്ല. നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാല്, ദുനിയാവ് മുമ്പിൽ വെച്ചിട്ട് പ്രശ്നത്തിനുള്ള പരിഹാരം നോക്കിയാൽ പരിഹരിക്കപ്പെടൂല. പ്രശ്നപരിഹാരം ദീനിന് മാത്രം, അതിന്റെ സപ്പോർട്ടാണ് ദുനിയാവ്. ഒരു സംശയമില്ല. ഞാൻ ചോദിച്ചോട്ടെ, 100 കൊല്ലമായി നമ്മൾ നവോത്ഥാനം, നമ്മൾ പ്രവർത്തകരാ നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ആ മാറ്റം വന്ന് ഞാൻ ഇപ്പൊ ഇന്ന് ബാദശാവാക്യവിനെ കണ്ട് ബാദശാവാക്യമായിട്ട് കുറെ നേരം സംസാരിച്ചു. മൂപ്പര് പറഞ്ഞ അഭിപ്രായം ഇതാണ്. സൗദി പോലെയുള്ള സലഫി നാടുകളിൽ പ്രാഥമികമായി മദ്രസ പഠിച്ചു കഴിഞ്ഞ് വരുന്ന ആ ഒരു കുട്ടികളുണ്ടല്ലോ, 10 വയസ്സ് 15 വയസ്സ്, അവർക്ക് കാണാതെ പഠിപ്പിക്കുന്ന കിതാബാണ് ഉസൂലുൽ സലാസ, ഖവാഇദുൽ അർബഅ, നവാഖിദുൽ ഇസ്ലാം, കിതാബുത് തൗഹീദ്. ഇതൊക്കെ വായിച്ചിട്ടും പഠിച്ചിട്ടും പരിചയമുള്ള KNM നമ്മുടെ നാട്ടിലെ ഇത്രയും പരിചയ സമ്പത്തുള്ള എത്ര ആളുകളുണ്ട്? കുറവാണ്. ആ ഒരു കുറവായിട്ട് തന്നെ നിൽക്കുന്നു. ഇപ്പൊ പുതിയൊരു ടീമുണ്ട് നമ്മുടെ നാട്ടില്, ദമ്മാജികൾ എന്ന് പറഞ്ഞാൽ തെറ്റായി പോവോ? സത്യത്തിൽ കുറച്ച് ഓവറാണ്, ഹുലൂവിന്റെ മനുഷ്യന്മാരാണ്. എന്ത് പറഞ്ഞാലും എങ്ങനെ നിഷേധിച്ചാലും, കാരണം എന്താ അറിയോ, ഒരു തരം വികാര ജീവൻ. KNM പണ്ഡിതന്മാരുടെ ഒരു പ്രത്യേകത എനിക്ക് എന്റെ അനുഭവത്തിൽ തോന്നി എന്താ അറിയോ, വിവേകശാലികളാണ്, എടുത്തുചാട്ടക്കാരല്ല, വികാര ജീവികളല്ല. പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ കൃത്യമായിട്ട് ഓരോന്നും പറഞ്ഞു. മാഷാ അല്ലാഹ്, അലിഫ് കായക്കൊടിന്റെ ഒക്കെ ആ ഇന്റർവ്യൂ എല്ലാം കേട്ടില്ലേ? ഈ ടീമിന്റെ പ്രശ്നം എന്താ അറിയോ, വികാര ജീവികളാണ്. ഈ ദമ്മാജികൾ എന്ന് പറയപ്പെടുന്ന ടീം. പിന്നെ മഞ്ചേരി ടീമൊക്കെ അതിനേക്കാളും ഓവറായിട്ടുള്ളതാണ്, അത് വേറെ വിഷയം. അതായത് ഒരു കാലത്ത് ഫോട്ടോ പറ്റൂല, വീഡിയോ പറ്റൂല, ജാമത്ത് പറ്റൂല, എന്തിനാ സ്റ്റേജ് കെട്ടിയിട്ട് പ്രസംഗിക്കുന്നത്, എന്തിനാ അതിന് പൈസ ചെലവാക്കുന്നത്. ഇന്നോ അവരതേ കാണാനുള്ളൂ ഫേസ്ബുക്കിൽ, ഫോട്ടോസും വീഡിയോസും പരസ്യവും പ്രസംഗവും. അതൊക്കെ നമ്മളെ കൂട്ടത്തിൽ നിന്നിട്ട് നമുക്ക് ഇതെല്ലാം പഠിപ്പിച്ചു തന്നിട്ട് ഇതിലങ്ങ് മെച്ചപ്പെടുത്തിയാൽ മതിയായിരുന്നു. അപ്പൊ എല്ലാവരുടെയും ലക്ഷ്യം എന്താ അറിയോ, കസേരകള്, പേരുകള്, പ്രശസ്തി, കൂടെ ഒരു ടീം, ഇതൊക്കെ തന്നെ എല്ലാവരുടെയും ലക്ഷ്യം. നമ്മളെ പറ്റി ആകെ പറയാനുള്ള KNMകാരെ സംബന്ധിച്ച് പിന്നെ പലതും. ഇന്നലെ ഒരു ചെക്കൻ, എന്തായാലും എല്ലാം പറയാം, ക്ലാസ് എടുത്തേച്ചെടുക്കാൻ ഞാനിങ്ങനെ കുഴപ്പമില്ല, സ്റ്റേജിന്റെ ബാക്ക് സൈഡിൽ നിൽക്കുകയാണ്. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ, ചെറിയ പയ്യൻ എന്നിങ്ങനെ തോണ്ടിയിട്ട്, നിങ്ങൾ മറ്റേ, ഞാൻ പറഞ്ഞ അതന്നെ. അപ്പൊ പറഞ്ഞ് എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പോഴത്തേക്കാണ് ഈ ഷുക്കൂർ സലാഹി ഭയങ്കര ശബ്ദത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താ മോനെ, ഓന് വിസ്ഡത്തിന്റെ കോളേജിൽ പഠിക്കാം, തിരുവനന്തപുരത്ത് ദാറുൽ അർഖമിൽ. ഓന് ജിന്നിനെ പറ്റിയിട്ട് സംശയം.
ജിന്നുമായി ബന്ധപ്പെട്ട് വിളിക്കാൻ പറ്റുമോ, അവര് വിളിക്കുന്നുണ്ടോ, വിളിക്കണം എന്ന് പറഞ്ഞോ, ഞാൻ പറഞ്ഞതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, വിശ്വത്തിന്റെ സാധാ പ്രവർത്തകര് വിളിച്ചാൽ കുഴപ്പമില്ല എന്ന് തോന്നിയ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിൽ ഒരു സംശയമില്ല, വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ്. സാധാ പ്രവർത്തകർ പണ്ട് നമ്മളെ ഇപ്പോഴൊന്നും അള്ളാഹു കാലം, സാധാ പ്രവർത്തകർ അങ്ങനത്തെ അവസ്ഥയിൽ ജിന്നിനെ വിളിച്ചാൽ എന്താ എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ എത്തിപ്പെട്ട അത്ര ലാഘവമായി ജിന്നിന്റെ വിഷയം മാറിയിട്ടുണ്ട് അവരുടെ ഈ ചർച്ച കൊണ്ട്, ഒരു സംശയമില്ല. എന്നാൽ ഇപ്പൊ അത് മനസ്സിലാക്കി പലരും കേനവിലേക്ക് തിരിച്ച് വരുന്നുണ്ട്. അതൊരു സത്യമാണ്. വിഷക്കാരുടെ പരിപാടിയിലൊക്കെ ഭയങ്കര ആളും ബഹളവും അതും ഇതെല്ലാം കാണുമ്പോൾ അത് കാസർഗോഡ് തിരുവനന്തപുരത്തുണ്ടാവും, തിരുവനന്തപുരത്ത് പരിപാടിക്ക് കാസർഗോഡ് ആളുണ്ടാവും. അതൊക്കെ അത്രയേ ഉള്ളൂ. പിന്നെ പറഞ്ഞെന്താ അറിയോ, പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നെ ഇതിലാക്കിയിട്ട് നിങ്ങള് പിന്നെ അത് നിഷേധിക്കുന്നില്ലേ, സിഹർ നിഷേധിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞ ഒളവണ്ണ ക്ലാസിന്റെ നവാഖുൽ ഇസ്ലാമിന്റെ വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. സിഹറിന്റെ പാടെല്ലാം കഴിഞ്ഞു, ഞാൻ നിർത്തിട്ട് കേട്ടോ, കേന്ദ്രമാർക്ക് എടുത്ത ക്ലാസ്സാണ്. അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇഷ്ടക്കാര പരിപാടി. ചെറിയ പിള്ളേരോട് കേന്ദ്രമിനെ പറ്റി കളവ് പ്രചരിപ്പിച്ചിട്ട് അവർ അതീശ നിഷേധികളാണ്, അവരെങ്ങനെയാണ് ഇങ്ങനെയാണ് അടുക്കളെടുക്കാൻ. പിന്നെ ചോദിച്ചെന്താ അറിയോ, നിങ്ങൾ സംസം വെള്ളത്തിന്റെ ഫുള്ളായിരം കാണുന്നുണ്ടോ? അതായത് പച്ച കളവ് പറഞ്ഞു കൊടുക്കാം കേന്ദ്രമിനെ സംബന്ധിച്ച്. അതീശ നിഷേധിക്കുന്നല്ലേ, ദുർവ്യാഖ്യാനിക്കുന്നല്ലേ. ഞാൻ പറഞ്ഞ മോനെ അങ്ങനത്തെ ഒരു ടീം ഉണ്ടായില്ലേ, അതിപ്പോ നമ്മളടുത്തുനിന്ന് പോയി. അപ്പം പറയാം, അദ്ദേഹം ഇപ്പുണ്ട് സ്റ്റേജ് പോലെ, നമ്മുടെ ഒരു സ്റ്റേജ് ഇരിക്കുന്നുണ്ട്. അവൻ ആ മനുഷ്യനെ കണ്ട, അതിൽ ഇങ്ങോട്ട് വന്നാളാണ്, ഇങ്ങോട്ട് വന്നാളത്. അപ്പം പറയാം, മുസ്ലിം സലഫി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വന്നതാണെങ്കിലും ആദർശം മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നീ അയാളെ കൽബ് മുറിച്ചു നോക്കിയില്ല, ആദർശം മാറ്റി നീ പോയിട്ട് ചോദിക്കുന്നു അവര് റസൂലുള്ളാഹി ചോദിച്ചല്ലേ, നീ അവന്റെ മനസ്സ് മുറിച്ചു നോക്കിയല്ലോ. ഒരു വലിയ പ്രസ്ഥാനത്തിൽ നിന്ന് ഒഴിവായിട്ട് വേറൊരു പ്രസ്ഥാനത്തിലേക്ക്, മാതൃസംഘങ്ങളിലേക്ക് തിരിച്ചു വന്ന അതിന്റെ അർത്ഥം എന്താ? പിന്നെ ഞാൻ ഇതാ എന്റെ ആദർശം മാറ്റി വന്നു എന്ന് പറയണോ? സംഘങ്ങളിലേക്ക് വന്ന ആദർശത്തിലേക്ക് വന്നല്ലേ എന്റെ അർത്ഥം. പക്ഷെ അങ്ങനെയല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് അറിയോ, അവരെപ്പോഴും ആശയം കൊണ്ട് നടക്കുന്നുണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞതൊന്നുമില്ല, ആശയം മാറിയിട്ട് തന്നെ വന്നത്. പിന്നെ ആശയമുള്ളവരുണ്ട്, അത് വേറെ പോയില്ലേ, അല്ലേ? മർക്കസ് വേറെ പോയില്ലേ? അപ്പൊ ഇങ്ങനെ കുറെ കളവ് തൗഹീദിന്റെ വിഷയത്തിൽ ഒരാണ്ട് മണി തൂക്കം കേനമിനെ പറയാൻ ഇതുവരെ കേരളത്തിൽ ആരും തയ്യാറായില്ല. അൽഹംദുലില്ലാഹ്, അത് മതി. ബാക്കി മസലകളിൽ അതിനെ താടി കറുപ്പിക്കുന്നതിൽ, കൈകെട്ടാത്തതിൽ ഇപ്പൊ വ്യത്യാസം ഉണ്ട് നോക്കുക. തൗഹീദിന്റെ കാര്യത്തിൽ വിസ്ഡം ചോദ്യം ചെയ്യപ്പെട്ടതുപോലെ കേനം ഒരിക്കലും ചോദ്യം പെട്ടിട്ട് അതന്നെയാണ് ഇസ്സത്ത്, ഖൈർ. എന്നാൽ ഈ പറഞ്ഞ ടീമിന്റെ ഒരു കുറവ് പറയാനുള്ള എന്താ അറിയോ, ഇൽമ പഠിപ്പിക്കുന്നില്ല, കിതാബ് പഠിപ്പിക്കുന്നില്ല. അത് മാറ്റിയാൽ മതി, അതിലേക്കൊന്ന് തിരിച്ചു വന്നാൽ മതി. നമ്മള് നല്ല നല്ല പണ്ഡിതന്മാർ നമുക്ക് ഇല്ലായിട്ടാ, സംഭവം പേന്റെ കുപ്പ ഇട്ടിട്ടാ കാണുക. ആരെ? നമ്മളെ ഉലമാക്കളെ. സുബ്ഹാനല്ലാഹ്, പണ്ടൊക്കെ ഞാനും കുറ്റം പറയലുണ്ട്, അള്ളാഹു മാപ്പ് വരട്ടെ, കാരണം നമുക്ക് അറിയില്ലല്ലോ ഇത്. പക്ഷെ അവരൊക്കെ വ്യക്തിപരമായിട്ട് കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ഇൽമുള്ള മനുഷ്യന്മാരുണ്ട്. ഉപയോഗപ്പെടുത്തിയാൽ മതി. ഒരു സത്യം പറയട്ടെ, ഞാനിങ്ങനെ ഫസ്റ്റ് ആളെ പേര് വിളിച്ചപ്പോ എന്റെ മനസ്സിങ്ങനെ പറയാ, റഹ്മാനായ റബ്ബേ, പേന്റെ കുപ്പായം ഇട്ടിട്ട് വരുന്ന ഒരാളായി പോകില്ലേ എന്നൊക്കെ ടെൻഷൻ. കാരണം ഖുർആൻ പഠിച്ച ഹദീസിന് ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ട് വന്ന് നോക്കുമ്പോ മാഷാ അല്ലാഹ്, നല്ല താടി, നല്ല തൊപ്പി, ജുബയിലിട്ട് ടെൻഷൻ കണ്ടപ്പോ തന്നെ റാഹത്തായി പോയി. ആകെ ടെൻഷനായി പോയി. കാരണം ഇത് ഒരു കളിയാക്കുന്നു, എന്ത് ആലിമുമായി, എന്ത് ഖുർആൻ, എന്ത് ഹദീസുകൊണ്ട് കോളം നോക്കിയത് മതി. കാരണം നമ്മുടെ നാട്ടില് ഇത് ആമികളുടെ വേഷമാണ്, പേനുകുപ്പായം. ആലിമികളുടെ വേഷമല്ല. ഇടുന്നുണ്ട്, ഇടാം എന്ന് മാത്രമല്ല, സുന്നത്ത് എന്ന് പറഞ്ഞാല് അവരെ ഏത് നാട്ടിലാണോ പോകുന്നത് ആ നാട്ടിലുള്ള വേഷം ധരിക്കലാണ് സുന്നത്ത്. അതുകൊണ്ട് ഇപ്പൊ ചൂട്ടും കൂട്ടിട്ട് പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. യുദ്ധം ഗൾഫിലേക്ക് പോവാണ്, അപ്പൊ കന്തൂറിട്ട് പോയി. പിന്നെ മലേഷ്യയിലേക്ക് പോവാ, അപ്പൊ ഒരു തുണി കുപ്പായിട്ടിട്ട് പോയി, അതൊരു വിഷയമല്ല. എന്നാലും നമ്മളെ അവാമുന്നാസിന്റെ പൾസറിയുണ്ട്, കന്തൂറയും തൊപ്പിയും തലയിക്കെട്ടും താടിയും വെച്ചാണ് തൗഹീദ് പറയുന്നത്. അപ്പുറത്തുനിന്നൊരു ജീൻസ് പാന്റും ടീഷർട്ടും ക്യാപ്പെല്ലാം ഇട്ടാണ് തൗഹീദ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ എവിടെയാ ഒന്ന് കൂടെ ഇപ്പുറത്തേക്ക് വരുള്ളൂ. അതൊരു വസീലയാക്കിക്കൂടെ നമുക്ക് തൗഹീദ് കേൾപ്പിക്കാൻ, അത്രയേ ഉള്ളൂ, നിർബന്ധം പിടിച്ചല്ല. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് എല്ലാത്തിനും ഓക്കെ, ഇതിനും കൂടി ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നലെ വാശവാക്കൾ സംസാരിച്ച നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ അലിഫ്ഖാനത്ത് പോയിട്ട് ഇരിക്കണം.
ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യണം. അത് നടക്കുന്നുണ്ട്, പക്ഷെ പരസ്യമാക്കണം. ചിലപ്പോൾ ചില കാര്യം ഒളിപ്പിക്കലല്ല ഹൈറ്, പരസ്യമാക്കലാണ്. ഇത് കിബിറല്ല, ഫഹറല്ല. നമ്മൾ സംഘടനാപരമായിട്ട് അറിയിക്കേണ്ടതുണ്ട് നാട്ടുകാർക്ക്. കേന്ദ്രം എന്ന് പറഞ്ഞാൽ വിഘടനവാദികളോ തിരുത്തൽവാദികളോ അതല്ലാതെ നിഷേധികളോ ഒന്നും അല്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നല്ല തൗഫീഖ് നസീബാക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.